നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമ്മ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. പൊതുവെ പല ആളുകൾക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കഴുത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന. ഈ കഴുത്തിലെ വേദന തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന ഒരു കാര്യം. എന്താണ് ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ പിന്നിൽ, അതായത് സ്പൈൻ പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ സ്പൈനിന്റെ ഇടയിലായിട്ട് ഒരു കുഷൻ പോലെയുള്ള ഭാഗങ്ങളുണ്ട്. ഈ ഒരു കുഷൻ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു കുഷൻ പതുക്കെ പതുക്കെ പുറത്തേക്ക് തള്ളി വന്നിട്ട് നമ്മുടെ അതിൽ കൂടെ പോകുന്ന ഞരമ്പുണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന പ്രഷറാണ് പല സമയങ്ങളിൽ നമുക്ക് വേദനയായിട്ട്, കൈകളിൽ ഉണ്ടാകുന്ന തരിപ്പായിട്ട് നമുക്ക് ഉണ്ടാകുന്നത്. ഇതിനാണ് നമ്മൾ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു കഴുത്ത് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് നമ്മൾ ചെയ്യുന്ന പല തെറ്റുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വേദന ഉണ്ടാകുന്നത്. കാരണങ്ങൾ നോക്കി കഴിഞ്ഞാൽ കുറേ സമയം നമ്മളിങ്ങനെ കഴുത്തിങ്ങനെ വെച്ചിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കൂടുതലും ഈ IT ഫീൽഡിലുള്ള ആളുകൾ കുറേ വർഷങ്ങളായിട്ട് ഈ ലാപ്ടോപ്പിൽ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ളവരിലും പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ് കഴുത്ത് വേദന. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് പല പോസ്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ചില ആളുകളൊക്കെ കാണാം തലയോണയൊക്കെ 2-3 തലയോണ കൊണ്ടൊക്കെ ഇരിക്കും കിടക്കുന്നുണ്ടാകുക. അങ്ങനെയും അല്ലെങ്കിൽ കിടക്കുന്ന പോസ്ചറിൽ പല തെറ്റുകൾ വരുന്ന സമയത്തും ഇഞ്ചുറി വരുന്ന സമയത്ത് പലതരം അപകടങ്ങൾ പറ്റിയിട്ടും അവിടെ എന്തെങ്കിലും ഇഞ്ചുറി വരിക, അത്തരത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കഴുത്തിലുണ്ടാകുന്ന വേദന, സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഒക്കെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു വേദന ഉണ്ടാകും. അതുപോലെ തന്നെ കഴുത്തിന്റെ പിന്നിൽ മാത്രമല്ല പുറം ഭാഗത്തേക്ക് ആ ഒരു മസിൽസിന് ഒരു സ്റ്റിഫ്നെസ് പോലെ ആയിട്ട് തോന്നും. ഫുൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലാത്ത രീതിയിൽ നല്ലൊരു സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കൈകളുടെ അവിടേക്ക് വേദന ഇറങ്ങി വരും. ചില സമയങ്ങളിൽ കൈകളിൽ നന്നായിട്ട് തരിപ്പ് പോലെ തോന്നും. പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ കഴുത്തിന്റെയും അതുപോലെ തന്നെ ഷോൾഡർ മസിൽസിന്റെയും സ്റ്റിഫ്നെസ് മൂലം നമുക്ക് തലയിലേക്ക് ഒരു വേദന വരും. തല കറങ്ങുന്നത് പോലെ തോന്നും. എപ്പോഴും ഒരു ഹെവി ആയിട്ട് ഇരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ കഴുത്ത് വേദനയിൽ അല്ലെങ്കിൽ സെർവിക്കൽ സ്പോണ്ടിലോസിസിൽ നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ. ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ കഴുത്തിൽ വേദന, തരിപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി ചെയ്തു വരാനായിട്ട് ശ്രദ്ധിക്കണം. എഗെയിൻ, നിങ്ങൾ ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ പ്രശ്നം വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഇത്തരം കാരണത്തിൽ എന്ത് കാരണമാണ് നിങ്ങളൊന്ന് നോക്കുക. ആ ഒരു കാരണത്തിനെ നിങ്ങൾ മാറ്റിയാൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ കാരണങ്ങൾ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ സമയം ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ആ പൊസിഷനൊക്കെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉറക്കത്തിൽ കൂടുതൽ പില്ലോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും ഒഴിവാക്കാനൊക്കെ ആയിട്ട് നോക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടവല് പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു മീഡിയം ആയിട്ടുള്ള ഒരു കനത്തില് തല വെച്ചിട്ട് കിടക്കാനായിട്ട് കൂടി നോക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ട എക്സസൈസ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ച് ഇളം ചൂടുവെള്ളം എടുക്കുക. ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾ കുറച്ച് കല്ലുപ്പ് ഇടുക. കല്ലുപ്പ് ഇട്ടിട്ട് ആ ഒരു കാര്യം കൊണ്ട് നമ്മുടെ എവിടേക്കാണ് വേദന ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ചൂട് പിടിക്കുക. ചൂട് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, നമ്മൾ ഈ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് ചൂട് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഷോൾഡർ, പിന്നിലത്തെ മസിൽസ്, പുറം ഭാഗത്ത് കാണുന്ന ഈ ഒരു മസിൽസ്, അവിടെ ഫുൾ ആയിട്ട് നിങ്ങൾ ചൂട് പിടിക്കുക. ഒരു ഭാഗത്ത് മാത്രം ചൂട് പിടിച്ചിട്ട് കാര്യമില്ല, കാരണം പെയിൻ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം ഫുള്ള് നിങ്ങൾ ചൂട് പിടിക്കുക. നന്നായിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ടവൽ കൊണ്ട് കല്ലുപ്പ് വെച്ചിട്ട് ചൂട് പിടിക്കുക. അപ്പൊ കല്ലുപ്പ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ചൂട് പിടിക്കുമ്പോൾ അവിടെ സ്റ്റിഫ്നെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു വാർമിംഗ് കൊടുക്കുക, അതായത് ഒരു ഹോട്ട് വാം കൊടുക്കുക, ചെറുതായിട്ടൊന്ന് ചൂട് പിടിപ്പിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട മസാജ് ആണ്. മസാജ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, കഴുത്തിന്റെ ഈ ഒരു പിന്നിലത്തെ ഭാഗങ്ങൾ, അവിടെ നിങ്ങൾ പതുക്കെ ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കഴുത്തിന്റെ മുകളിലായിട്ട് ഇങ്ങനെ സർക്കുലർ, അതുപോലെ തന്നെ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെ ഒരു രീതിയിൽ പതുക്കെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. അതുപോലെ തന്നെ കുറച്ച് ഇറക്കിയിട്ട് രണ്ടാമത്തെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഒരു ഭാഗത്ത് വീണ്ടും അവിടെ ഇങ്ങനെ മസാജ് ചെയ്യുക പതുക്കെ. ശേഷം അതിന്റെ അടിയിലത്തെ ഈ ഒരു കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. കാരണം ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ടുള്ള വളരെയധികം സാധ്യതയുണ്ട്. ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ഇങ്ങനെ. ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. അതിൽ ആദ്യത്തെ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാമപ്പ് ആണ്. അതായത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ട് നമ്മുടെ കൈ ഉണ്ടല്ലോ, കൈ ജസ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇൻഹേലും എക്സ്ഹേലും ചെയ്യുക. ശ്വാസം മുന്നിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ, പതുക്കെ ഇങ്ങനെ
പൊന്തിച്ച് ബാക്ക്വേർഡ് പിന്നിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് താഴത്തേക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്യാം. അതായത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഷോൾഡർ അപ്പ് ചെയ്യുക, പിന്നിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, താഴത്തേക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തെടുക്കുക. ഒരിക്കലും നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിന്റെ ഒരു ഭാഗങ്ങളിൽ ടൈറ്റ് ആയിട്ട് പിടിക്കരുത് കേട്ടോ. എത്രത്തോളം റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു വാമപ്പ് നിങ്ങൾ ഒരു 5-6 വട്ടം റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് കൂടി നമ്മൾ നോക്കുക. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് എഗെയിൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ കഴുത്ത് സൈഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഇതിലൂടെ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് ബാക്ക് മസിൽസ്, കഴുത്തിന്റെ അവിടുത്തെ മസിൽസ് നല്ല രീതിയിൽ ഒന്ന് റിലാക്സ് ആവാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ എക്സസൈസ്. ഇനി മൂന്നാമതായിട്ട് ഇത് നിങ്ങൾ കുറച്ചു നേരം റിപ്പീറ്റ് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യാനായിട്ട് കൂടി നോക്കുക. മൂന്നാമത്തെ അഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് കഴുത്ത് നിങ്ങൾ എത്രത്തോളം പിന്നോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യാൻ മുന്നോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നല്ലതായിരിക്കും. പിന്നിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ചു നേരം അവിടെ നിന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ശേഷം പതുക്കെ നമ്മുടെ താടി ഉണ്ടല്ലോ നമ്മുടെ ചെസ്റ്റിൽ ടച്ച് ചെയ്യിക്കാനായിട്ട് നോക്കുക. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്തിന്റെ പിന്നിലുണ്ടല്ലോ ഒന്ന് സ്ട്രെച്ച് ആവാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ചെയ്യുമ്പോഴും നമ്മളൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇൻഹേൽ എക്സേൽ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. അതായത് പിന്നോട്ടേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എഗെയിൻ റിലാക്സ് ആക്കി വിടുക. നിങ്ങളുടെ കഴുത്ത് നന്നായിട്ട് റിലാക്സ് ആക്കിയിട്ട് വിടുക. സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പിടിക്കരുത്. പിന്നിലേക്ക് നന്നായിട്ട് കൊണ്ടുപോവുക. ശേഷം മുന്നിലേക്ക് കൊണ്ടുവന്ന് താടി ചെസ്റ്റുമായിട്ട് ടച്ച് ചെയ്യാം. ഇവിടെയും നിങ്ങളൊരു 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ പിന്നിലോട്ട് കൊണ്ടുപോവാ കേട്ടോ. ഇതും നിങ്ങൾ ഒരു എത്രത്തോളം 10-15 വട്ടം കൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടത്തെ മസിൽസ് ഒന്ന് റിലാക്സ് ആവാനായിട്ട് വളരെയധികം നല്ലതാണ്. അടുത്ത സ്ട്രെച്ചിങ് നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ സിമ്പിൾ ആണ്. അത്രയും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിൾ ആണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ കഴുത്തിങ്ങനെ ബെൻഡ് ചെയ്യുക. കഴുത്തിങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ചെവി ഉണ്ടല്ലോ ഷോൾഡർ ആയിട്ട് ടച്ച് ചെയ്യിക്കേണ്ട. നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു മസിൽസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആവണം. അതിനായിട്ട് എന്നിട്ട് നമ്മുടെ ഈ ചെവി ഉണ്ടല്ലോ മുകളിലേക്ക് ഇങ്ങനെ പുള്ളി ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു മസിൽസ് ഇങ്ങനെ സ്ട്രെച്ച് ആവും, നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ടൊരു 3-4 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ശേഷം റിലാക്സ് ആയിട്ട് വരിക. ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുത്ത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പുള്ളി ചെയ്യുക. ശേഷം വീണ്ടും റിലാക്സ് ആവുക. പുള്ളി ചെയ്തിങ്ങനെ കൊടുക്കുക. ഇതും നമ്മൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. റിപ്പീറ്റ് ചെയ്യേണ്ടത് എഗെയിൻ ഒരു 10-15 വട്ടം ഇതും നമ്മൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് നമ്മുടെ സൈഡിലത്തെ ഒരു മസിൽസിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മൾ നേരത്തെ ചെയ്ത എക്സസൈസിലൊക്കെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ഒക്കെ മസിൽസിനെ റിലാക്സ് ചെയ്യാണ് ചെയ്തത്. നമ്മുടെ സൈഡ് മസിൽസിനെ റിലാക്സ് ചെയ്യാണ് ഈ ഒരു സ്ട്രെച്ചിങ്. അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളുണ്ടല്ലോ, കൈകൾ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ കഴുത്തുണ്ടല്ലോ, കഴുത്ത് നമ്മുടെ ചെസ്റ്റിലേക്ക് ഇങ്ങനെ മുട്ടിക്കുക. എന്നിട്ട് ശേഷം റിലാക്സ് ആവുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ മസിൽസ് ഒക്കെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് റിലാക്സ് ആവും. ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൈകൾ ഇങ്ങനെ മടക്കുക, ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക, കഴുത്ത് ചെസ്റ്റിൽ ഇങ്ങനെ മുട്ടിച്ച് നേരെ റിലാക്സ് ആയിട്ട് കൊണ്ടുവരിക. സെയിം ഇതും നമ്മൾ 10-15 വട്ടം റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അവസാനത്തെ സ്ട്രെച്ചിങ് നോക്കുകയാണെങ്കിൽ സെയിം നമ്മുടെ കൈകൾ ഉണ്ടല്ലോ, കൈകൾ ഇങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് മുകളിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യേണ്ടതാണ്. കാണാനായിട്ട് പിന്നിലേക്ക് കുറച്ചിരിക്കാം. നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ പതുക്കെ
നമ്മൾ എത്രത്തോളം കൈ മുകളിലോട്ട് പൊന്തിക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ്. അപ്പൊ ഇവിടുത്തെ മസിൽസ് ഒക്കെ നന്നായിട്ട് റിലീസ് ചെയ്യും. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോവുക. ശേഷം പതുക്കെ ഇങ്ങനെ വൈഡാക്കി കൊണ്ടുവന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. മുകളിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് നമ്മുടെ പിന്നിലത്തെ ബാക്ക് മസിൽസ് മുകളിലേക്കൊന്ന് പുൾ ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഒരു 10-15 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ശേഷം വൈഡ് ആക്കിയിട്ട് നമ്മുടെ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. അപ്പൊ ഇതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടത്. ഇതും നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം ഒരു 10-15 റൗണ്ട് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് കോമൺ ആയിട്ട് നമുക്ക് കഴുത്ത് വേദനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 2 സമയം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം. രാവിലെ നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ, നിങ്ങൾ എഴുന്നേറ്റ് അപ്പം തന്നെ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ഫ്രഷ് ഒക്കെ ആയി വന്നിട്ട് അപ്പം തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മസിലൊക്കെ നന്നായിട്ട് സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ അപ്പോഴേ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിനെ കുറച്ചൊക്കെ ഒന്ന് പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളിത് ചെയ്ത് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെസ്ക് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് വേദന തുടങ്ങുകയാണ് എന്ന് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചു നേരം ഒന്ന് ബ്രേക്ക് എടുക്കുക. അതായത് അപ്പോഴും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് കൂടുകയാണ് ചെയ്യുക. അപ്പൊ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസിൽസിൽ ഒന്ന് റിലാക്സ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരുന്ന് കഴുത്ത് ഇങ്ങനെ മുകളിലോട്ടും താഴത്തോട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം നിങ്ങൾ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കൂടി നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വേദന എന്നുണ്ടെങ്കിൽ കാരണങ്ങൾ മാറ്റാനായിട്ട് കൂടി നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പിന്നെ വേറെ ആൾക്കാർ ചെയ്യുന്നതാണ് കിടന്നിട്ട് ഇങ്ങനെ ഫോൺ നോക്കുന്നവരും ധാരാളം ആൾക്കാരുണ്ട്. അത് നിങ്ങൾ മാറ്റുക. കാരണം അതിലൂടെയും കഴുത്ത് വേദന നന്നായിട്ട് കൂടും. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് ചെയ്യുക. സോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണ്. നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി നോക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.